എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പിനകത്ത് ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴുള്ള ഡാഷ്ബോർഡാണ്. ഇംഗ്ലീഷും മലയാളത്തിലും നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ മെനു ബട്ടൺ ഉണ്ട്, മുകളിൽ ഇടത് ഭാഗത്ത് ആ 3 വര കാണുന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനകത്ത് മൂന്നാമത്തെ ഐറ്റം ബിസിനസ്സിനകത്ത് എൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ മൈ ബിസിനസ്. ഓക്കെ, അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉൽപ്പന്നത്തിൻ്റെ പേര് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്താൽ പെട്ടെന്ന് പ്രോഡക്റ്റ് നെയിം എന്നല്ല മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു പൊങ്കാല പോട്ട്, ഓക്കെ, പൊങ്കാല കലങ്ങൾ, കലങ്ങൾ ലഭ്യമാണ് ജസ്റ്റ് കൊടുത്തു. ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വാലിഡിറ്റി വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ വാലിഡിറ്റി ഫ്രം ടു നമുക്ക് ഡിഫോൾട്ട് 1 മാസമാണ് കിട്ടുക. അതിൽ കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഡിറ്റ് ചെയ്താൽ മതി. അവൈലബിൾ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കൂടുതൽ ബുക്കിംഗ് വെറുതെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട. 50 എണ്ണം കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കും. അതിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ പ്രൈസ് നമ്മൾ 50 രൂപ ഇത് കൊടുത്തു. അതുപോലെ യൂണിറ്റ് ഈച്ച്, അതായത് ഒരെണ്ണത്തിന് അല്ലെങ്കിൽ പെർ പീസ് എന്ന് കൊടുത്താലും മതി. ഫോട്ടോ നമ്മൾ ഗാലറി പോയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അതുപോലെ 4 ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ ഞാൻ 2 എണ്ണം വെറുതെ ആഡ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. അതുപോലെ മെയിൻ കാറ്റഗറി നമ്മളിപ്പോൾ ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ, അത് സ്റ്റേഷനറി ഐറ്റം ആണെങ്കിൽ സ്റ്റേഷനറി, മെഡിക്കൽ ഫിറ്റ്നസ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, എല്ലാം ചെയ്യാം. ആർട്സ് ക്രാഫ്റ്റ്സ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസിനകത്ത് സബ് കാറ്റഗറി കുക്ക് വെയർ ആൻഡ് കിച്ചൺ ടൂൾസ് ജസ്റ്റ് അതിനകത്ത് ഇട്ടു. നെക്സ്റ്റ് അടിച്ചു. നമുക്കിത് എവിടെയാണിത് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും എനിക്ക് കൊല്ലത്തുമാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഈ ലോക്കൽ ബോഡി വൈസാണിത് ഇത് ചെയ്യുന്നത്. ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ആ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി. അപ്പോൾ ഞാൻ കൊല്ലം കോർപ്പറേഷൻ, അതുപോലെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി, പിന്നെ അതുപോലെ തിരുവനന്തപുരത്ത് എനിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വേണം. അതുപോലെ തിരുവനന്തപുരത്ത് വേറെ ഏതെങ്കിലും ഒട്ടൂർ ഗ്രാമപഞ്ചായത്ത്, അല്ലെങ്കിൽ ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പം ഞാൻ 4 സ്ഥലങ്ങളാണ് കൊടുത്തത്. അപ്പോൾ ഒരു ലോക്കൽ ബോഡിയിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ 50 രൂപയാണ് ജസ്റ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒന്നും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആരെയും പൈസയൊന്നും പോകത്തില്ല. പിന്നീട് അതിൻ്റെ പേയ്മെൻറ്റ് ആണ് നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ക്യാഷ്, UPI എന്നിവ സെലക്ട് ചെയ്തു. കളക്ട് ഫ്രം ലൊക്കേഷൻ എന്ന് വെച്ചാൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കണം. ഡെലിവറി ബൈ സെല്ലർ എന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്യാം. അതുപോലെ പബ്ലിഷ് ദിസ് പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, അതുപോലെ ഇവിടെ എനേബിൾ നെഗോസിയേഷൻ ഫോർ ദിസ് പ്രോഡക്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ടിക്ക് ചെയ്താൽ അവർക്ക് മറ്റേ വില പേശാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. നിങ്ങൾ 1000 രൂപ ഇട്ടാൽ എനിക്ക് 500 രൂപയ്ക്ക് തരുമോയെന്ന് അവർക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ പബ്ലിഷ് ദിസ് പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റ്, അത് കൊടുത്താലാണ് നമ്മൾ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ആകുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ 4 ലോക്കൽ ബോഡി സെലക്ട് ചെയ്തുകൊണ്ട് പേ 200 എന്ന് വന്നു. ജസ്റ്റ് ടാപ്പ് ചെയ്തു. അപ്പോൾ ഈ സംഭവം പബ്ലിഷായി, പൊങ്കാല പോട്ട് എന്നുള്ളത്. ഇത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി മാനേജർ .in എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഐറ്റം വേണ്ട ഫസ്റ്റ് വന്ന് കിടപ്പുണ്ടോ. ജസ്റ്റ് നമ്മളതിനകത്ത് വ്യൂ കൊടുത്താൽ ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ലിങ്കാണ് പലരുടെയും ഷെയർ ആകുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ്, പബ്ലിക് ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ അവർക്ക് പൊങ്കാല കല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര്, ഇപ്പോൾ രാജേഷ്, അതുപോലെ മൊബൈൽ നമ്പർ 9895373751. ഓക്കെ, അതുപോലെ ലൊക്കേഷൻ ഞാനിപ്പോൾ ട്രിവാൻഡ്രം മണക്കാട്, അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അഡ്രസ്സ് കൊടുക്കാം, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത്രയും കൊടുത്തിട്ട് ഈ ക്യാപ്ച കോഡ് E6Q95M ഇത്രയും കൊടുത്ത് ജസ്റ്റ് കസ്റ്റമർ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, സക്സസ്, എൻക്വയറി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ആയിട്ട് ഇത് കണ്ടില്ലേ, രാജേഷ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു, ട്രിവാൻഡ്രം മണക്കാടെന്ന്. അപ്പോൾ നമ്മൾ ഇയാളുടെ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് ബിസിനസ് ഡീൽ ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ.